ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ലോഗാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നുള്ള വെയിലെല്ലാം കൊണ്ടുവന്ന് ക്ഷീണിച്ച് ഭയങ്കര ടയേർഡായിട്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ എനിക്കൊരു ചായയൊക്കെ ഇട്ട് തന്നു. ചായ നല്ല ചൂടായിരുന്നു, അതാണ് എൻ്റെ മുഖത്ത് ഒരു വളിച്ച എക്സ്പ്രഷൻ. പിന്നെ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ജൂണോ ഉച്ചയ്ക്ക് ഭയങ്കര ഉറക്കമാണ്. അവനെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യുവാണ്. അവൻ രാത്രി ഞങ്ങളെ ഉറക്കത്തില്ല, അതുകൊണ്ട് ഉച്ചയ്ക്ക് അവനെ ഞാൻ ഇറിറ്റേറ്റ് ചെയ്യും അവൻ ഉറങ്ങുന്ന ടൈമിൽ. പിന്നെ നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് ചോദിക്കുമ്പോൾ അവന് ഭയങ്കര ചാടയാണ്. പിന്നെ നമ്മൾ ആരെങ്കിലും കാണാണ്ടിരിക്കുമ്പോൾ അവൻ പോയി കഴിക്കും. പിന്നെ എന്ത് ചോദിച്ചാലും ഇങ്ങനെ കണ്ണടച്ച് കാണിച്ചുകൊണ്ടിരിക്കും, എന്ത് ചോദിച്ചാലും. ഇതൊക്കെയാണ് ഇവൻ്റെ കള്ളത്തരങ്ങൾ. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നുറങ്ങി, കാരണം നല്ല തലവേദന ഉണ്ടായിരുന്നു, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഉള്ള വെയിലൊക്കെ കൊണ്ടുവന്നത് കാരണം എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പിന്നെ കുറേ നേരം കിടന്നുറങ്ങി. പിന്നെ എനിക്ക് വീട്ടിലൊന്ന് പോകണം, അത് കാരണം 5-5:30 ആയപ്പോഴത്തേക്കൊക്കെ എഴുന്നേറ്റു. പിന്നെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം സ്കിൻ കെയർ ആണല്ലോ മെയിൻ. ഇപ്പം നേരത്തെ ഞാൻ അങ്ങനെ സ്കിന്നൊന്നും അധികം ശ്രദ്ധിക്കുന്ന ഒരാളല്ലായിരുന്നു. ഇപ്പം ഞാൻ നന്നായിട്ട് കെയർ ചെയ്യും, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിപ്പം കൂടുതലും യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സാണ്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയുന്നതാണ്, കാരണം എല്ലാവർക്കും വർക്ക് ആവുന്ന ഒരു പ്രോഡക്റ്റാണ് പ്ലമ്മിൻ്റെത്. അപ്പോൾ ഫസ്റ്റ് വൺ യൂസ് ചെയ്തത് ടോണറാണ്. നമ്മുടെ ഡൾനെസ്സൊക്കെ മാറ്റാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ടോണർ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി, പക്ഷെ തീരാറായി. പിന്നെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് സൺസ്ക്രീൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, കാരണം ഞാൻ സൺസ്ക്രീൻ ഇട്ട് എപ്പോൾ പുറത്ത് പോയാലും നന്നായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ഒരു ബോഡിയാണ് എൻ്റെ. അപ്പം പെട്ടെന്ന് ഇതെല്ലാം കൂടെ വിയർത്തൊലിച്ചിഞ്ഞ് വരും, അത് കാരണം എനിക്കിഷ്ടമല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ചൂട് കാരണം ക്ലാസ്സിന് പോകുന്ന സമയം എന്ന് പറയുന്നത് 11:30. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ചൂടാണ്, സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പം സൺസ്ക്രീൻ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പ്ലമ്മിൻ്റെ നല്ലൊരു സൺസ്ക്രീനാണ്. ആദ്യം ഇടുമ്പോൾ ചെറിയൊരു വൈറ്റ് കാസ്റ്റൊക്കെ പോലെ വന്നും, പിന്നെ അത് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ആവും. പിന്നെ ഈ ഒരു ലിപ് ബാം, ഇതുകൊണ്ടൊരു പ്രയോജനമില്ല, പക്ഷേ എന്നാലും എനിക്കിത് ഇഷ്ടമാണ് ചുണ്ടിലിടുന്നത്. അപ്പം ഇതിൽ നിന്ന് എനിക്ക് റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല, പക്ഷെ എന്നാലും യൂസ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസത്തിൽ കൂടുതലായി. 3 മാസമൊക്കെ ആകുമ്പോൾ റിസൾട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് റിസൾട്ടൊന്നുമില്ല ഗൈസ്. പിന്നെ എൻ്റെ സ്ഥിരം ഹെയർ സ്റ്റൈൽ പോണി. ഇന്ന് ഞാൻ മുടി അങ്ങ് കെട്ടി വെക്കുകയാണ്, കാരണം മുടി അഴിച്ചിട്ടിട്ട് വണ്ടിയിലൊക്കെ പോയി കഴിയുമ്പോൾ ഫുള്ള് കയറി ജട പിടിക്കും. ഒന്നാമതിപ്പോൾ മുടിയെല്ലാം അങ്ങ് പൊട്ടുകയാണ്, അത് കാരണം ഞാനിപ്പോൾ മുടി കെട്ടി വെച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ പോത്തോളൂ. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ചു. അപ്പോൾ ഞാൻ ഓർത്ത എൻ്റെ ഫോൺ കവർ എടുത്തില്ല, കാരണം ഈ സ്റ്റാൻഡിൽ വെക്കുന്നത് കാരണം ഫോൺ കവർ ഇട്ട് വെക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരാൾ ഭയങ്കര ഒരുങ്ങിയൊക്കെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോകുമെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര നാണം. ഞാൻ ക്യാമറ ഓണാക്കി പിന്നെ അച്ഛമ്മ ഒന്നും സംസാരിക്കത്തില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ടൊരു കളച്ചറക്കിന് കൊടുക്കാൻ പോയതാണ്. അപ്പോൾ അവൻ അവിടെ ഭയങ്കര ഫോണിൽ എന്തോ പരിപാടിയാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ട് മൈൻഡ് ചെയ്യുന്നില്ല പുള്ളിക്കാരൻ. ഫോൺ കിട്ടിയ പിള്ളേരെല്ലാം ഇപ്പോൾ ഇങ്ങനെയാണല്ലോ, നമ്മൾ പറയുന്നതൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ കുറച്ച് കഞ്ഞി കുടിച്ച്, സാമിക്കഞ്ഞിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമിക്കഞ്ഞി. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിൽ വന്നപ്പം പാറുൻ്റെ ട്യൂഷൻ സ്റ്റുഡൻറ്റ് വന്ന് ഭയങ്കര പഠിത്തം. ജൂണയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവളെ. അപ്പോൾ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവൻ കിടക്കുവാണ്. പിന്നെ പാറു ഓഫീസിൽ പോയിട്ട് വന്ന് പിന്നെ എൻ്റെ കുറച്ച് പരിപാടി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ബായ്.